സൈബർ സെക്യൂരിറ്റിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യം എന്താണ്? മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അതായത് ഒരുപാട് ഹാക്കേഴ്സ് ഉണ്ട്. അവർ നമ്മളുടെ സിസ്റ്റം എല്ലാം ഹാക്ക് ചെയ്യും. നമ്മളുടെ സെക്യൂരിറ്റി പിൻസ് അതായത് ബ്രീച്ചസ് എല്ലാം അവർ ബ്രേക്ക് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ വിചാരിക്കും, എൻ്റെ ചെറിയ ബിസിനസ്സാണ്, അതിന് ഈ പറയുന്ന സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിനും സെക്യൂരിറ്റി ആവശ്യമാണ്. ഹാക്കേഴ്സ് എല്ലാ രീതിക്കും ചെറുതും വലുതുമായ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല അലേർട്ടായിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഒരിക്കൽ ഒരു കമ്പനി തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിലെ 2 ഉദ്യോഗസ്ഥരെ കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് പറഞ്ഞയച്ചു. തിരുവനന്തപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് വരുന്ന വഴി ഈ 2 ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? തൃശ്ശൂരിൽ ഇറങ്ങിയിട്ട് ഒരു ATM കയറി കമ്പനിയുടെ ഒഫീഷ്യലായിട്ടുള്ള അവർ ഏൽപ്പിച്ചിരുന്ന പണവും ATM അവരുടെ കയ്യിലുണ്ടായിരുന്നു. ATM കാർഡ് ഉപയോഗിച്ച് കുറച്ച് പണം പിൻവലിച്ചു. എന്നിട്ട് വീണ്ടും അവർ യാത്ര തുടങ്ങി, കോയമ്പത്തൂരിലേക്ക് പോയി. ഒരു മാസത്തിന് ശേഷം ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും OD ഉണ്ട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഈ OD ഒരു മാസം മുന്നേ എടുത്തതായിരുന്നു. സെയിം ആയിട്ടുള്ള സ്ഥലത്ത് ഈ ഉദ്യോഗസ്ഥർ ഇറങ്ങി ATM ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് ആ ATM ആയിരുന്നു അതിൽ കാണിച്ചിരുന്ന ലൊക്കേഷൻ. അതേപോലെ തന്നെ എല്ലാ മാസവും ഈ ODയുടെ ഫീ എന്ന രീതിയിൽ 1000 രൂപ വെച്ച് ഇതിന് പോകുന്നുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും പോകുന്നുണ്ടായിരുന്നു. ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച അതേപോലെയുള്ള കാർഡ് ഉപയോഗിച്ച് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഹാക്കേഴ്സ് ഈ ATM കൗണ്ടർ എന്ത് ചെയ്തത്, ഹാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ബ്രേക്ക് ചെയ്യാൻ പറ്റി. അതേസമയം അവരുടെ കാർഡിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം വേറെയും ഈ ഉദ്യോഗസ്ഥരുടെ ATMൻ്റെ കാർഡിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം വേറെ ആയതുകൊണ്ട് ഈ ഒരു കമ്പനിക്ക് ഇതിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് കമ്പനിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത് തങ്ങൾ ചതിക്കപ്പെട്ടു എന്നുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അത് ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എന്നതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളത്. ശരിക്കും ഒരു കമ്പനിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും പല ട്രാൻസാക്ഷനും വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ തങ്ങളുടെ നമ്പർ ആയിരിക്കും. അത് പെട്ടെന്ന് നിർത്തിവെക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്യൂർ ആയിരിക്കണം എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ടൊരു കേസ് സ്റ്റഡി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കമ്പനിയോ തിരുവനന്തപുരം ടു കോയമ്പത്തൂരാരോ സഞ്ചരിച്ചിട്ടോ ഇല്ല. ഒരു കേസ് സ്റ്റഡി ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാൽവെയർസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കാർഡൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് മാൽവെയർസ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് മാൽവെയർസ്? മാൽവെയർ എന്നാൽ എന്താണ്? മാൽവെയർ എന്നാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ്. മാൽവെയർ എന്നാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കയറി ഇടപെടുക എന്നുള്ളതാണ് ഈ മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ പണി. എന്നിട്ട് ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടറിൻ്റെ പ്രൈവറ്റായിട്ടുള്ള ഡാറ്റ ആക്സസ് ചെയ്യാനും അതിലേക്ക് നുഴഞ്ഞു കയറാനുമായിട്ടും മാൽവെയർസിന് കഴിയും. അടുത്തത് കമ്പ്യൂട്ടർ വേമാണ്. കമ്പ്യൂട്ടർ വേം എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഒരു മാൽവെയർ പ്രോഗ്രാമാണ്. ഈ മാൽവെയർ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത്? അത് തന്നെത്താൻ റിപ്രൊഡ്യൂസ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുകയും മറ്റു കമ്പ്യൂട്ടറുകളെ കൂടി അത് നശിപ്പിക്കുകയും ചെയ്യും. അതാണ് ഈ വേം എന്നുള്ളത്. അതൊരു മാൽവെയർ പ്രോഗ്രാമാണ്. അത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വേംസ് ഡാമേജ് ചെയ്യുന്നത് വേം കാരണം ഡാമേജ് ഉണ്ടാക്കുന്നത് എന്തിനൊക്കെയാണെന്ന് നോക്കാം. ബാൻഡ് വിഡ്ത്ത് കൺസംഷൻ, അതേപോലെ ആൻറ്റി മാൽവെയർ സ്റ്റോപ്പായി പോകും, അതേപോലെ സേഫ് മോഡ് ടേൺ ഓഫ് ആകും. നമ്മളുടെ സിസ്റ്റങ്ങളിലൊക്കെ സേഫ് മോഡ് ഉണ്ടാവില്ല, അത് ടേൺ ഓഫ് ആകും. ഓട്ടോ അപ്ഡേറ്റ് ഇല്ലാണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ്. അതായത് ബാൻഡ് വിഡ്ത്ത് കൺസംഷൻ കറക്റ്റ് ആവും അല്ലെങ്കിൽ ഡാമേജ് ആവും, ആൻറ്റി മാൽവെയർ സ്റ്റോപ്പ് ആകും, സേഫ് മോഡ് എന്നുള്ളത് ടേൺ ഓഫ് ആകും, അതേപോലെ തന്നെ ഓട്ടോ അപ്ഡേഷൻ നിന്നു പോകും. ഇതൊക്കെയാണ് മാൽവെയറിൽ വേംസ് കാരണം ഉണ്ടാകുന്നത്. വൈറസസ് എന്നുള്ളതൊക്കെ നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവില്ലേ? വേമിനെക്കാട്ടിലും മാൽവെയറിനെക്കാട്ടിലും ഒക്കെ നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും വൈറസ് എന്താണെന്നുള്ളത്. വൈറസ് കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണ് അത് എന്നുള്ളത് നമുക്കറിയണ്ടേ? വൈറസ് എന്നാൽ അതൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം ഒരു നല്ലൊരു പ്രോഗ്രാമിനകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് അത് തന്നെത്താൻ മൾട്ടിപ്ലൈ ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് കൂടുതൽ എണ്ണമായിട്ട് മാറും. കൂടുതൽ എണ്ണമായിട്ട് മാറുക എന്ന് മാത്രമല്ല, ആ ഒരു പ്രോഗ്രാമിൻ്റെ ഡാറ്റ നശിപ്പിച്ച് കളയും. ഇതാണ് ഈ ഒരു വൈറസ് എന്നുള്ളതിൻ്റെ ഫംഗ്ഷൻ. ഈ വൈറസസിൻ്റെ ഉണ്ടാക്കുന്ന ഡാമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡാമേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറപ്റ്റിംഗ് ഫയൽസ് തന്നെയാണ്. ഏതൊരു പ്രോഗ്രാമിലാണോ കയറി കൂടിയിട്ടുള്ളത് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഡാറ്റാസ് ആദ്യം
എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും, നശിപ്പിച്ച് കളയും. അതിനുശേഷം അടുത്തതിലേക്ക് കയറും. അങ്ങനെ കമ്പ്യൂട്ടറിനെ മൊത്തത്തിൽ സ്ലോ ഡൗൺ ആക്കും. അതായത് അതിൻ്റെ പ്രോഗ്രാമിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ ഒരു ഫയൽസും നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ റിപ്രൊഡ്യൂസ് ചെയ്ത് കൂടുതലായി കൂടുതലായി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ വരെ അത് എന്ത് ചെയ്യും, ഓവർടേക്ക് ചെയ്തിട്ട് ഡൊമിനേറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് വലിയ ആളെന്നുള്ള ഒരു ഇതിലേക്ക് വന്നിട്ട് എല്ലാം നശിപ്പിച്ചു കളയും. അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഈ വൈറസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാധനം ഡാമേജ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫയൽസ് ഡാമേജ് ചെയ്യും, കമ്പ്യൂട്ടർ സ്ലോ ഡൗൺ ചെയ്യും, അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഓവർടേക്ക് ചെയ്യും, ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ, അടുത്തത് ട്രോജനാണ് കേട്ടോ. ട്രോജൻ എന്താണെന്ന് നോക്കാം. ട്രോജൻ എന്താണ്? ഒരു നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് മിസ്ലീഡ് ചെയ്യും. ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോഗ്രാം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡി മെയിൽ ഐ ഡിയോ പാസ്വേഡ് ഒക്കെ അടിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടായിരിക്കും അടിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മളതിൽ കൊണ്ടുപോയി ചെന്ന് വേറെ ഒരെണ്ണത്തിൽ എത്തിക്കും. അങ്ങനെയുള്ള ഒരു രീതിക്ക് നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ട്രോജൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എസ് ബി ഐ ബാങ്ക് എല്ലാവർക്കും അറിയാലോ. എസ് ബി ഐൻ്റെ സെക്യൂർ അല്ലാത്ത സൈറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ HTTPS എന്നല്ലാതെ HTTP എന്ന് മാത്രം, അല്ലെങ്കിൽ HTTP എന്നോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പകുതി മാത്രം കൊടുത്തിട്ട് നമുക്ക് സൈറ്റുകളൊക്കെ കൊടുത്തതൊക്കെ കാണാം. അതേപോലെയുള്ള സംഭവം തന്നെയാണ് ഇത്. നമ്മളുടെ മെയിലൊക്കെ വന്നു, മെയിൽ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് നമ്മളെ വേറൊരു ലിങ്കിൽ കൂടെ കൊണ്ടുപോകും, എന്നിട്ട് അടുത്തൊരു ലിങ്കിലൂടെ കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ ഒരു സാധനം വന്ന് കയറുകയും നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഫയൽസ് തന്നെത്താൻ ഡിലീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് കാരണം ഉണ്ടാകുന്ന ഡാമേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ സ്പൈവെയർ ആണ് അടുത്തത്. സ്പൈവെയർ എന്താണെന്ന് നോക്കാം. സ്പൈ പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സ്പൈ എന്ന് വെച്ചാൽ ചാരൻ എന്നാണല്ലേ. അപ്പം ആരും അറിയാതെ കടന്നു കൂടിയിട്ട് എന്ത് ചെയ്യാം, അവരിൽ ഒരാളായി നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ചാരപ്രവൃത്തി ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ സ്പൈവെയറും. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെയോ ഒരു കൺസെൻ്റ് ഒന്നും കൂടാതെ, അവരുടെ അനുവാദം ഒന്നും കൂടാതെ ഒരു കമ്പ്യൂട്ടറിലോ ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഒക്കെ സെർവറിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യും, ഇവർ ഈ ഒരു സ്പൈവെയർ ആക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് അവരറിയാതെ അവർ കൺട്രോൾ ചെയ്യുക, അവരുടെ ഇതിൽ കയറിയിട്ട് പോപ്പപ്പ് ഇതൊക്കെ വരിക. നമ്മൾ പലപ്പോഴും നമ്മളെ സിസ്റ്റത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും, പോപ്പപ്പ് ആയിട്ടുള്ള ആഡ്സും ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാകും. അതേപോലെ നമ്മളെ അനുവാദം കൂടാതെയാണ് അത് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. അതുപോലെ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ സീക്രട്സ് ഒക്കെ അടിച്ചു മാറ്റുക. മീൻസ് നമ്മളിപ്പോൾ ഒരു ബാങ്കിൻ്റെ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഒരു സെക്യൂർ ആയിട്ട് ഇരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെയിൽ ഐ ഡി, അതിൻ്റെ പാസ്വേഡ്, ഇതൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മളറിയാതെ അതൊക്കെ കളക്ട് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. ഇത് ഡാമേജ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതൊരാളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും, അയാൾ അറിയാതെ തന്നെ. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറേ സോഫ്റ്റ്വെയറുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഒരു വെബ് ബ്രൗസറിലേക്ക് നമ്മൾ ചെയ്യാതെ തന്നെ നമ്മളെ കൊണ്ടെത്തിക്കും. അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ സെറ്റിങ്ങുകളൊക്കെ പ്രോഗ്രാമിലൊക്കെ കയറിയിട്ട് ഇടപെടും, സെറ്റിങ്ങുകളൊക്കെ മാറ്റിക്കളയും. ഈ കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻസ് സ്ലോ ഡൗൺ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സെക്യൂർ ആയിട്ടുള്ള ഒരു കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ എപ്പോഴും ആൻറ്റി വൈറസുകളെല്ലാം യൂസ് ചെയ്യുക, ആൻറ്റി സ്പൈവെയറുകളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കും. എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് ഇതിന്നൊക്കെ കുറച്ച് ഒരു പരിധി വരെ മാത്രമേ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യുക. ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള മാൽവെയർസിനെ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക.